നിങ്ങളുടെ ജീവിതം പതറിപ്പോകുന്നത് പോലെയും ലോകം മുഴുവൻ അന്ധകാരത്തിലാകുന്നത് പോലെയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഇത് സാധാരണ മുന്നറിയിപ്പല്ല. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന 2026 എന്ന വർഷം വെറുമൊരു കാലഘട്ടമല്ല, മറിച്ച് കത്തോലിക്ക സഭയും ഓരോ വിശ്വാസിയും അഗ്നിശോധനയിലൂടെ കടന്നു പോകേണ്ട വിശ്വാസ പരീക്ഷണത്തിന്റെ സമയമാണ്. ഈ സന്ദേശം അവഗണിക്കരുത് പ്രിയ സഹോദര സഹോദരി. ലോകം ഭൗതികതയിൽ മുഴുകുമ്പോൾ ദൈവം തന്റെ മക്കളെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും കോട്ടയ്ക്കുള്ളിലേക്ക് വിളിക്കുകയാണ്. ഈ കാലയളവിൽ സംഭവിക്കുന്ന അടയാളങ്ങൾ നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ആത്മാക്കളെ ഉണർത്തുവാനാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നത് ദൈവം നമ്മെ കൈവിട്ടതുകൊണ്ടല്ല, മറിച്ച് അവിടുത്തെ അഗ്നിയാൽ നമ്മെ ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ്. ഓരോ കത്തോലിക്ക വിശ്വാസിയും ആത്മീയ ആയുധങ്ങൾ ധരിക്കേണ്ട നിമിഷമാണിത്. വചനമാകുന്ന വാളും ജപമാലയാകുന്ന പരിചയം ഏന്തി നാം ഈ പ്രതിസന്ധിയെ നേരിടണം. സഭയുടെ ചരിത്രത്തിൽ വലിയ ഉണർവുകൾ ഉണ്ടായിട്ടുള്ളത് വലിയ പീഡനങ്ങളുടെയും പരിശോധനകളുടെയും നടുവിലാണ്. 2026 ആണ്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണവും കരുണയും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാനുള്ള അവസരങ്ങളായിട്ടാണ്. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനാ മുറികളായി മാറുകയും ഓരോ ഹൃദയവും ദൈവത്തിന്റെ ആലയമായി ശുദ്ധീകരിക്കപ്പെടുകയും വേണം. അന്ത്യകാല പ്രവചനങ്ങളെ ഭീതിയോടെയല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള തീക്ഷ്ണമായ സ്നേഹത്തോടെ വേണം നാം വരവേൽക്കുവാൻ. ദൈവിക സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ആഗ്നേയമായ ഒരു വിശ്വാസം നമ്മിൽ വളരട്ടെ. വരാനിരിക്കുന്ന അഗ്നിശോധനകളിൽ തളരാതെ നിൽക്കുവാൻ ശക്തിയോടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നാം ഒറ്റയ്ക്കല്ലെന്നും ക്രിസ്തുവിന്റെ സാന്നിധ്യം കൂടെയുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുക. ഈ വർഷം നാം നേടുന്ന ആത്മീയ വിജയം ലോകത്തിന് വലിയൊരു സാക്ഷ്യമായി മാറും. ആമേൻ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും പ്രാർത്ഥനകളും നൊവേനകളും പോഡ്കാസ്റ്റുകളും താമസമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എൻ്റെ കൂടെ ഒരുമിച്ച് യേശുവേ, ഞാൻ പാപിയാകുന്നു, എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരു തവണയെങ്കിലും പറയുമോ? God bless you.